അങ്ങനെ എല്ലാവരും തല്ലിപ്പിഴിഞ്ഞ് സ്വയം പഴിചാരി ഇന്ന് വൈകിട്ട് 5 മണി തൊട്ടുള്ള എമ്പുരാന്റെ ഷോകളിൽ നമ്മൾ ഇന്നലെ വരെ കണ്ട അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ കണ്ട എമ്പുരാൻ ആയിരിക്കില്ല. 17ഓളം മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് മാറ്റണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 2-3 മിനിറ്റിനകത്ത് ഉള്ള മാറ്റങ്ങളായിരിക്കും എമ്പുരാനിൽ ഇനിയും കാണാൻ പോകുന്നവർക്ക് കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും വലിയ മാറ്റം, അതിലൊരു ഗർഭിണിയായ സ്ത്രീയെ ഒരു സീനുണ്ട്, ആ സീൻ കട്ട് ചെയ്യും. പിന്നെ ഈ ഇൻസിഡന്റ് നടന്നു എന്ന് പറയുന്ന വർഷം കട്ട് ചെയ്ത് കളയും. പിന്നെ കുറെ ഹിസ്റ്ററി ആയിട്ട് കുറെ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്ത് കളയെന്നും പറയുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, പൃഥ്വിരാജ് പോലുള്ള ഒരു ഡയറക്ടർ വന്ന് ജനിച്ചതും വന്ന് സിനിമ പിടിച്ചതും ഇന്ത്യ പോലുള്ള രാജ്യത്തായിപ്പോയി. പുള്ളി പുറത്തൊക്കെ ആയിരുന്നെങ്കിൽ ആരാവേണ്ട ആളാ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ന്യൂസുകാരല്ല ഇപ്പം മുരളി ഗോപിയുടെ പറയാ, മോഹൻലാൽ മാപ്പ് പോലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞല്ലോ, ലൈക്ക് നമ്മൾ റിമൂവ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അത് പൃഥ്വിരാജ് ജസ്റ്റ് ഷെയർ ചെയ്തു. പൃഥ്വിരാജിന്റെ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല. മുരളി ഗോപി ഇപ്പോഴും മിണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് മുരളി ഗോപി ഒന്നും മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് മുരളി ഗോപിയുടെ ഭാഗത്തൊന്നും ഒരു ഇത് കിട്ടാത്തത്? എന്തിനാണ് ഇങ്ങനെ ചൊറിഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരിക? ഈ വരുന്ന വ്യാഴാഴ്ച തൊട്ടേ പുതിയ കട്ട് ചെയ്തിട്ടുള്ള വെർഷൻ ഇറക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടും സെൻസർ ബോർഡ് ഞായറാഴ്ച ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്ത് സിനിമ എഡിറ്റ് ചെയ്ത് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഇറക്കുക. അപ്പൊ ഒന്ന് മനസ്സിലാക്കി എവിടുന്ന ഇത്ര ഇൻഫ്ലുവൻസ്. ഇതൊക്കെ കാണുമ്പോൾ പൃഥ്വിരാജിന്റെ സിനിമയിലെ പൃഥ്വിരാജ് തന്നെ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നത്, ഇത് ഇന്ത്യയാണ് സാർ, ഇവിടെ ഇങ്ങനെയാണ്.